പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ 7 ലക്ഷം രൂപ രജിസ്ട്രിയിൽ കെട്ടിവെച്ചതായി സർക്കാർ. ജൂലൈ 4 തന്നെ തുക ഹൈക്കോടതി രജിസ്ട്രിയിൽ സർക്കാർ കെട്ടിവെച്ചു എന്നാണ് കോടതിയെ അറിയിച്ചത്. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഹർജിയിൽ പരാതിക്കാരൻ സന്ദീപ് വചസ്പതി, സിദ്ധാർത്ഥന്റെ കുടുംബം എന്നിവർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, വിശദാംശങ്ങൾ. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ നഷ്ടപരിഹാര തുകയായിട്ടുള്ള 7 ലക്ഷം രൂപ ഹൈക്കോടതി രജിസ്ട്രിയിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ കെട്ടിവെച്ചിട്ടുള്ളത്. ജൂലൈ 4 തന്നെ ഈ തുക കെട്ടിവെച്ചുവെന്നാണ് സർക്കാരിന്റെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 7 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജിയിൽ നേരത്തെ കമ്മീഷന് മുന്നിൽ പരാതി നൽകിയിട്ടുള്ള സന്ദീപ് വചസ്പതി, അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബം എന്നിവർക്ക് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇരുവിഭാഗത്തിന്റെ മറുപടി കേട്ട ശേഷമായിരിക്കും ഈ ഹർജിയിന്മേലുള്ള ഒരു തുടർ നടപടികളിലേക്ക് ഡിവിഷൻ ബെഞ്ച് കടക്കുക. നേരത്തെ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പുറത്തു വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് ആണല്ലോ ഇങ്ങനെ ഹർജി നൽകിയെന്നുള്ള ചോദ്യം ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന് നേരിടേണ്ടി വന്നിരുന്നു. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതിന് ശേഷം വലിയ രീതിയിലുള്ള നടപടികളിലേക്കൊന്നും തന്നെ സംസ്ഥാന സർക്കാർ കടന്നിരുന്നില്ല. തുടർന്ന് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നുള്ള നിലപാടിലേക്ക് കമ്മീഷൻ എത്തിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ കമ്മീഷന്റെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാർ. എന്തായാലും നിലവിൽ സർക്കാർ ഈ തുക രജിസ്ട്രിയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഹർജിയിന്മേൽ തുടർ നടപടികൾ ഹൈക്കോടതി ഉണ്ടാകുകയും ചെയ്യും. അതിനൊരു സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഒരു ഡിപ്പോസിറ്റ് ചെയ്യുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക കെട്ടിവെക്കാനായിട്ട് നേരത്തെ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത്. രാഖി. ശരി രേഷ്മ.